സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഒരു നിമിഷം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഇവിടെ കൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ. 2015 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഈ ഡിജിറ്റൽ ബാങ്കിങ്ങിലൂടെ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന 85 ലക്ഷത്തോളം വരുന്ന വാലറ്റ് ഹോൾഡേഴ്സ്, ഇവരുടെ അക്കൗണ്ട് ഹിസ്റ്ററി, പാസ്ബുക്ക്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇവയെല്ലാം ഈ സിസ്റ്റത്തില് ഫുള്ള് ലൈവായിരുന്നു. ഇങ്ങനെ ചെയ്യണമെങ്കിൽ പേൽവിൻ ഇന്റർനാഷണൽ ഉപയോഗിക്കുന്ന ആ സെർവറിന്റെ കപ്പാസിറ്റി എത്ര വലുതായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് രണ്ടും ആളുകളല്ല, 85 ലക്ഷത്തോളം ആളുകളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഈ സിസ്റ്റത്തില് എല്ലാ ദിവസവും ലൈവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഒന്നുകൂടെ വിളിച്ചു പോകുന്ന ഒരു കാര്യമാണിത്. ഇനി ഇവിടെ കൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ. ഈ 85 ലക്ഷത്തോളം ആളുകൾ 2015 മുതൽ 2022 ജൂലൈ 28 വരെ നടത്തിയ ആ DPയുടെ ട്രാൻസാക്ഷൻസ് എത്ര ഹ്യൂജ് ആയിരിക്കും. കാരണം ലോകമെമ്പാടും ആളുകൾ DP ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പലരും DP ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യുന്നു, LICയുടെ പ്രീമിയം അടയ്ക്കുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നു. ദെൻ പലരും എന്ത് ചെയ്യുന്നു, വാലറ്റ് ട്രാൻസ്ഫർ, ഇതെല്ലാം DP ഉപയോഗിച്ച് ലോകമെമ്പാടും നടക്കപ്പെടുകയാണ്. അപ്പൊ എത്ര ഹ്യൂജ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടന്നിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ യാതൊരുവിധ സർവീസ് ചാർജുകളും എടുക്കാതെയാണ് അതായത് ഫുള്ള് ഫ്രീ ആയിട്ടാണ് ഈ വക സർവീസുകൾ ചെയ്യാൻ റെയിൽവേയും തങ്ങളുടെ 85 ലക്ഷത്തോളം വരുന്ന കസ്റ്റമേഴ്സിനെ അനുവദിച്ചത് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത് നിസ്സാരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി കാണാൻ കഴിയുമോ? ഒരിക്കലുമില്ല. സ്വന്തമായി സെർവർ ഇല്ലാതെ ഇത്തരത്തിലൊരു പ്രവൃത്തി ആരെക്കെങ്കിലും ഈ ലോകത്തിന്റെ കീഴിൽ ചെയ്യാൻ വേണ്ടി കഴിയുമോ? ഇല്ല. ഇനി ഓൺ സെർവർ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണാവുന്ന ഒരു കാര്യമാണോ? ഏതാണ്ട് 5000 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവുണ്ട് ഇപ്രകാരം ഒരു ഓൺ സെർവർ സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ തന്നെ. അത് കീപ്പ് ചെയ്യണമെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടുകളോ? അതായത് നമ്മുടെ രാജ്യത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോലും സ്വന്തമായി സെർവർ ഇല്ല എന്ന സത്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അപ്പൊ അതത്ര ചെറിയതായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി പേൽവേനെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഒരു സെർവർ മാത്രമാണോ ഉള്ളത്? ഒരിക്കലുമല്ല. സെർവർ ഫാം വരെ സ്വന്തമായിട്ടുള്ള ഫേമാണ് പേൽവേൻ ഇന്റർനാഷണൽ. ഇനി വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ 7 വർഷക്കാലം ഈ 85 ലക്ഷം കസ്റ്റമേഴ്സിന് ഇപ്രകാരം സർവീസ് നൽകിക്കൊണ്ട് ശേഷം 2022 ജൂലൈ 28 PVC മെറ്റാ പ്രോഗ്രാം ലോഞ്ച് ചെയ്തപ്പോൾ മീൻസ് കളക്ട് ചെയ്ത മുഴുവൻ തുകയും സ്പോട്ട് കമ്മീഷനായും ലെവൽ ഇൻകമായും ഓട്ടോ പൂൾ ഇൻകമായും 100% തിരിച്ചു കൊടുത്തുകൊണ്ട് കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുത്ത കാലഘട്ടമാണ്. ഈ സിസ്റ്റത്തിന്റെ നേട്ടം എന്തായിട്ട് വരും? ഈ സിസ്റ്റത്തിന് അവരുണ്ടാക്കിയെടുത്ത ഈ 85 ലക്ഷം കമ്മ്യൂണിറ്റിയെ ലഭിച്ചു. അതാണ് ശരിക്കും ഈ ഒരു സിസ്റ്റത്തിന് കിട്ടിയ ആ ഒരു സമയത്തെ നേട്ടം എന്ന് പറയുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റായ PVC മെറ്റാ പ്രോഗ്രാം ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ ഒരാൾ 13 വാലറ്റുകളിൽ എത്ര എണ്ണം വാങ്ങിയോ, അതിനായി എന്ത് തുക ചിലവാക്കിയോ, നമ്മൾ നേരത്തെ പറഞ്ഞു ആ തുക സിസ്റ്റത്തിന്റെ കയ്യിലില്ല. സിസ്റ്റം അത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും ഒരാൾ ഈ വാലറ്റുകൾ വാങ്ങാൻ വേണ്ടി എത്രമാത്രം ചിലവാക്കിയോ, അതിനു വേണ്ടിയിട്ട് എത്രമാത്രം പൈസ അദ്ദേഹം മുടക്കിയിട്ടുണ്ടോ, അതിന്റെ ഇരട്ടി തുകയ്ക്ക് തുല്യമായിട്ടുള്ള DP ഈ സിസ്റ്റത്തിന്റെ റിസർവ് ഫണ്ടിൽ നിന്നും ഇങ്ങോട്ട് നൽകിക്കൊണ്ടാണ് ഈ സിസ്റ്റം ഈ 85 ലക്ഷം ആളുകളെയും PVC മെറ്റാ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത്. അതിനായി ഏതാണ്ട് 15000 കോടി രൂപയോളം ഈ സിസ്റ്റം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇതിലുള്ള ഏതെങ്കിലും ഒരു കമ്പനികൾക്കാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് $100 മില്യൺ തുല്യമായിട്ടുള്ള DP. അന്നത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ 7.5 ലക്ഷം കോടി ഇന്ത്യൻ മണി. 7.5 കോടി അല്ല ഫ്രണ്ട്സ്, 7.5 ലക്ഷം കോടി ഇന്ത്യൻ മണി. ഇന്നത്തെ അവസ്ഥ നോക്കിയാണെങ്കിലോ, ഇന്നിപ്പം ഡോളറിന് വില കൂടിയിട്ടുണ്ടല്ലേ, 9.5 ലക്ഷം കോടി രൂപ. അപ്പം ആലോചിച്ച് നോക്കിയേ, അത്രയും റിസർവ് ഫണ്ട് ആയിട്ട് വെച്ചുകൊണ്ടാണ് പേൽവേൻ ഇന്റർനാഷണൽ എന്ത് ചെയ്തത്? ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ബിസിനസ് സെഗ്മെന്റുകൾ ആരംഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. $100 മില്യൺ തുല്യമായിട്ടുള്ള DP ഒക്കെ റിസർവ് ഫണ്ടായിട്ട് വെച്ചുകൊണ്ട് സ്വന്തം സെർവറിലൊക്കെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ പേൽവേൻ ഇന്റർനാഷണലിന്റെ അടിത്തറ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, ഇതൊക്കെ ആണ് നമ്മളിപ്പോ എന്ത് ചെയ്തത്, നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇതിലുള്ള ഏതെങ്കിലും ഒരു കമ്പനികൾക്കാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് $100 മില്യൺ തുല്യമായിട്ടുള്ള DP. അന്നത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ 7.5 ലക്ഷം കോടി ഇന്ത്യൻ മണി.
7.5 കോടി അല്ല ഫ്രണ്ട്സ്, 7.5 ലക്ഷം കോടി ഇന്ത്യൻ മണി. ഇന്നത്തെ അവസ്ഥ നോക്കിയാണെങ്കിലോ, ഇന്നിപ്പം ഡോളറിന് വില കൂടിയിട്ടുണ്ടല്ലേ, 9.5 ലക്ഷം കോടി രൂപ. അപ്പം ആലോചിച്ച് നോക്കിയേ, അത്രയും റിസർവ് ഫണ്ട് ആയിട്ട് വെച്ചുകൊണ്ടാണ് എൽവൈൻ ഇന്റർനാഷണൽ എന്ത് ചെയ്തത്, ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ബിസിനസ് സെഗ്മെന്റുകൾ ആരംഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 100 മില്യൺ US തുല്യമായിട്ടുള്ള DP ഒക്കെ റിസർവ് ഫണ്ടായിട്ട് വെച്ചുകൊണ്ട് സ്വന്തം സെർവറിലൊക്കെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ എൽവൈൻ ഇന്റർനാഷണലിന്റെ അടിത്തറ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, ഇതൊക്കെ ആണ് നമ്മളിപ്പോ എന്ത് ചെയ്തത്, നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. സ്ഥിതിഗതികൾ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. തലമുറകളായി നിലനിൽക്കുന്ന സിസ്റ്റമാണ് എൽവൈൻ ഇന്റർനാഷണൽ. മീൻസ് എൽവിൻ വിൽ നെവർ എൻഡ്. യെസ്, ഇത്തരം ഒരു ക്യാപ്റ്റൻ, പേൾവിൻ വിൽ നെവർ എൻഡ്, പേൾവിൻ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത്തരത്തിലൊരു ക്യാപ്റ്റൻ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കുറിച്ച സിസ്റ്റം കൂടിയാണ് പേൾവിൻ ഇന്റർനാഷണൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ബേസ്മെന്റ് എന്താണെന്ന് നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും സംശയം നിൽക്കുകയാണ്, ആരാണ് ഈ സിസ്റ്റത്തെ നയിക്കുന്നത്? ഈ 100 മില്യൺ US തുല്യമായിട്ടുള്ള റിസർവ് ഫണ്ടൊക്കെ വെച്ചുകൊണ്ട് ഓൺ സെർവറിലൊക്കെ പ്രവർത്തിക്കുവാൻ ഇന്ന് ഈ ലോകത്ത് ആരെ കൊണ്ടാണ് സാധിക്കുക? ഫ്രണ്ട്സ്, അവരാണ് റോത്സ്ചൈൽഡ് ഫാമിലി. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ഫാമിലി. 300 വർഷത്തിലേറെ ബിസിനസ് പാരമ്പര്യമുള്ള ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഫാമിലി, ദ റോത്സ്ചൈൽഡ് ഫാമിലി. ശരിക്കും നോക്കൂ, ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ്. നമുക്കറിയാം, ഈ ഡോളർ എന്ന കറൻസി ലോകത്തിന് സമ്മാനിച്ചത്, ലോകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും ഇവരാണ്. ഇന്നും ലോകത്തുള്ള ഡോളറിന്റെ 80% ഇവരുടെ ആസ്തിയായി ഇവർ സൂക്ഷിച്ചു വരുന്നു. ലോകത്താദ്യമായി ബാങ്കിങ് സമ്പ്രദായം ആരംഭിച്ചതും ഇവർ തന്നെ. സ്വിസ് ബാങ്ക് ഇന്നും ഇവരുടെ അണ്ടർ കൺട്രോളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിൽ പോലും ബാങ്കിങ് മേഖലയിൽ ഇവർ വളരെ ശക്തരായിരുന്നു. ഇവരിൽ നിന്ന് കടം വാങ്ങിയിട്ടില്ലാത്ത ഒരു ലോകരാജ്യവും ഇന്ന് ഈ ഭൂമി മലയാളത്തിന്റെ കീഴിലില്ല, ഈ ലോകത്തിന്റെ കീഴിലില്ല. ഇന്ത്യൻ റെയിൽവേക്കുൾപ്പെടെ ലോക റെയിൽവേക്ക് കോടികൾ 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 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ചരിത്ര പ്രസിദ്ധമായ പനാമ കനാലിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലും ഇവർ തന്നെ. ഏതാണ്ട് 300 വർഷത്തിലേറെ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ഫാമിലി, ദ റോത്സ്ചൈൽഡ് ഫാമിലി. നമുക്കറിയാം, ഇന്ന് ലോകം കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ ഇൻഡസ്ട്രി. കഴിഞ്ഞ 100 വർഷക്കാലങ്ങൾ കൊണ്ടുണ്ടായ പുരോഗതി വരുന്ന 1 വർഷം കൊണ്ട് ഉണ്ടാക്കുവാൻ തക്ക പൊട്ടൻഷ്യൽ ഉള്ള ഒന്നാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് നിരവധി മാറ്റങ്ങൾ ലോകത്തുണ്ടാവുകയാണ്. പുതിയ 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 മേഖലകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മെറ്റാവേഴ്സിന്റെ മേഖലയിലേക്ക്, അതുപോലെ നോൺ ഫഞ്ചബിൾ ടോക്കൺസിന്റെ മേഖലയിലേക്ക്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിന്റെ മേഖലയിലേക്ക്, ദെൻ അസറ്റ് ടു ടോക്കണൈസേഷൻ എന്ന് പറയുന്ന മേഖലയിലേക്ക്, ബ്ലോക്ക് ചെയിനിൽ ഫിൻടെക്, ദെൻ അതോടൊപ്പം Web3 ഗെയിംസിന്റെ മേഖലയിലേക്ക്, ബ്ലോക്ക് ചെയിനിൽ ഹെൽത്ത് കെയർ, ബ്ലോക്ക് ചെയിൻ ആസ് സർവീസ്, സമസ്ത മേഖലകളിലേക്കും ബ്ലോക്ക് ചെയിൻ കടന്നു വരികയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പേയ്മെന്റ് മെത്തേഡുകൾക്കും മാറ്റമുണ്ടാവും. ഫിയറ്റ് കറൻസി അഥവാ പേപ്പർ കറൻസി എന്നേക്കുമായി ലോകരാജ്യങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം. ഇപ്പൊ ഇന്ത്യയിലും ആ ഒരു സ്ഥിതി തന്നെ തുടരുന്നു. ഇനിയിപ്പോ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് എന്താണ്? ഈ റുപ്പിയാണ് അല്ലെ, ഇലക്ട്രോണിക് റുപ്പിയാണ്. അപ്പൊ ശരിക്കും ക്രിപ്റ്റോ കറൻസിയുടെയും NFT-യുടെയും ഒക്കെ ശക്തമായ പേയ്മെന്റ് മെത്തേഡുകളുമായി ശരിക്കും ഇന്ന് ലോകം മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ 300 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പായി വളർന്നിരിക്കുന്ന ഒരു സാഹചര്യം ബിറ്റ്കോയിൻ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നു. 2009 വെറും ₹2.90 റേറ്റ് ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ ഇന്ന് 82,4703.65 എന്ന ലെവലിലേക്ക് ബിറ്റ്കോയിൻ മാറിയിരിക്കുന്നു. നോക്കൂ, ബിറ്റ്കോയിൻ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എന്താണ് ആ പാഠം? നമ്മളെല്ലാവരും നമ്മുടെ കുടുംബം രക്ഷപ്പെടുവാൻ, സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ, നമ്മുടെ മക്കളെ നല്ല നിലയ്ക്ക് വളർത്തുവാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല ഒരു ഫാമിലി അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ സദാ കഷ്ടപ്പെടുന്ന ആളുകളാണ്. അതിനുവേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ നീക്കിവെക്കുന്ന വ്യക്തികളാണ്. പക്ഷേ അങ്ങനെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് ബിറ്റ്കോയിൻ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നു. 2009 ബിറ്റ്കോയിൻ പുറത്തു വന്ന സമയം കേവലം ₹2.90. ആ സമയത്ത് വെറും ₹5 2 ബിറ്റ്കോയിൻ കിട്ടുമായിരുന്നു. ആ 2 ബിറ്റ്കോയിൻ ഇന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേരിന് മുമ്പിൽ മറ്റൊരു നാമധേയം കൂടെ കുറിക്കപ്പെടും. അതിന്റെ പേര് കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരി എന്നാണ്. ഇത് ശരിക്കും സാധാരണക്കാരാകുന്ന ആളുകൾ
മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കകത്ത് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടും നമുക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ആ ബിറ്റ്കോയിൻ ഒക്കെ കൊണ്ടുവന്ന ഫാമിലിയുടെ വർക്കിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് 2022 ജൂലൈ 28 പേൾവൈൻ ഇന്റർനാഷണൽ ലോഞ്ച് ചെയ്ത PVC മെറ്റ, പേൾവൈൻ കമ്മ്യൂണിറ്റി മെറ്റ എന്ന മൾട്ടി പർപ്പസ് NFT ടോക്കണ് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്നത്. കാരണം ഇനി ഇതാണ് ദ ഫ്യൂച്ചർ ഓഫ് മണി, ഇനി ഇതാണ് ഭാവിയുടെ പണം എന്ന് പറയുന്നത്, ഇനി ഇതാണ് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ മുന്നോട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇതിനെ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ദ സ്മാർട്ട് ടോക്കൺ, ദ സ്മാർട്ട് കോൺട്രാക്ട് ടോക്കൺ പവർഡ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. ഇതിന്റെ ഉപയോഗങ്ങൾ, ഇതിന്റെ യൂസ് കേസുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഹൈ ലെവൽ യൂസ് ഇൻ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ്. ഇ-കൊമേഴ്സിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് ഇ-കൊമേഴ്സിന്റെ പ്രാധാന്യം കുറയുമോ? അത് ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഇ-കൊമേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഈ PVC മെറ്റയുടെ എന്തുണ്ട്, യൂസേജിന്റെ കാര്യങ്ങളുണ്ട്. ദെൻ ഓൺലൈൻ ഗെയിമിംഗ്. ആ ഓൺലൈൻ ഗെയിമിംഗ് ഇപ്പൊ Web3 ഗെയിമിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെപ്പാടെ ഇതിന്റെ ഫേസ് കട്ട് മാറി. ഓൾറെഡി ഇതൊരു $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ്. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു അസ്ലാം എന്ന് പറയുന്ന ഒരു പയ്യന്റെ കഥ നമ്മൾ കേട്ടു, അല്ലെ? ശരിക്കും കേരളീയനാണ്. ഒരാഴ്ച Web3യുമായി ബന്ധപ്പെട്ട ഗെയിം കളിച്ച് അദ്ദേഹം ഒരു മില്യനെയറായി മാറി. അപ്പൊ എനിക്ക് ഓൺലൈൻ ഗെയിമിംഗിൽ എന്തുണ്ട്? PVC മെറ്റയ്ക്ക് യൂസേജ് ഉണ്ട്. ദെൻ മ്യൂച്വൽ ട്രാൻസാക്ഷൻസ്.